ഇത് താണ്ട് ഈ ലൈറ്റ് ഇവിടുത്തെ ഒടിഞ്ഞു പോയി. ഇവിടെ ഈ ക്ലാമ്പ് ഒടിഞ്ഞു പോയി. ഞാൻ അത് ക്ലാമ്പ് ഇനി മേടിച്ച് വെക്കണമെങ്കിൽ തന്നെ ഇതുണ്ടോ ഈ സാധനം, ഇത് മറ്റേ ഫ്ലവറാണ്, മറ്റേ അല്ലെങ്കിൽ മറ്റേ ടൈപ്പൊന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള ടൂൾസിൻ്റെ അല്ല. അത് എന്തേ അത് ഒടിഞ്ഞു പോയി, ഒടിഞ്ഞു പോയി. അപ്പോൾ അത് വെക്കണമെങ്കിൽ, ആ ക്ലാമ്പ് വെക്കണമെങ്കിൽ, ആ സാധനം അഴിക്കണമെങ്കിൽ അത് ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ ആ സാധനം അഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ടൂൾസ് നമ്മുടെ കയ്യിലില്ല. ഇത് ബാംഗ്ലൂർ അത്തിപ്പല്ലേക്ക് തൊട്ട് മുന്നേ സ്ഥലം. ഒരു 10-200 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ 100 സംതിങ് 200-നടുത്ത് ഇനി ഓടിക്കഴിഞ്ഞാൽ അത്തിപ്പല്ലാവും. നമ്മൾ ബാംഗ്ലൂർ പ്രോപ്പർ കയറുന്നില്ല. അതാണ് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിലോട്ടൊന്ന്. ഇതിപ്പോൾ എവിടെ ലൊക്കേഷൻ എവിടെയായി? അത്തിപ്പല്ലേക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? അത്തിപ്പല്ല പോകുന്നില്ലേ? പിന്നെ എവിടെ പോകുന്നത്? അപ്പോൾ എവിടെ നിന്ന് കട്ട് ചെയ്ത് കയറുന്നേ? തുംകൂറിൽ നിന്ന് കട്ട് ചെയ്ത് കയറും അല്ലേ? ആ, സിംഗണാവള്ളി വഴി നേരെ ജിക്കർത്ത വഴി എത്തും. എടാ മറ്റേ പുള്ളിയുടെ വണ്ടിയുടെ ഡീസൽ അടിച്ചോണ്ട് പോയി. അവര് 12 കിലോ വണ്ടി. പമ്പിന്റെ ഫ്രണ്ടിൽ പാർക്ക് നീ അതാ പുള്ളി രാത്രി സംസാരിച്ചോണ്ടിരുന്നല്ലേ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ 100 ഡീസൽ വണ്ടിയില്ല. അപ്പഴേ അടപ്പില്ല, ലീലാൻഡിന്റെ ടാങ്കേ ഫെയിലാ. അത് നമ്മുടെ അടുത്ത് മറ്റേ ഫൈബർ പോലത്തെ അത് പൊട്ടിച്ചിട്ട് ഉരുട് പോയി. മണ്ടക്കത്തെ അടപ്പ് പൊട്ടിച്ചിട്ട് അത് ലോക്കിട്ട് അടപ്പ് പൊട്ടിച്ച് ഊരിക്കൊണ്ട് ഫുള്ള് പോയി. എന്തോ ചെയ്യാൻ, പമ്പിന്റെ ഫ്രണ്ടിലായോണ്ട് അടിക്കാൻ പറ്റും, ഡീസൽ അടിക്കാൻ പറ്റും. അത് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ച് വണ്ടി ഇട്ടതാ. അപ്പൊ ഈ പമ്പുകാര് സപ്പോർട്ടല്ലോ പമ്പി നവന്മാര്. അപ്പൊ പമ്പുകാര് പൊട്ടന്മാരോ നിക്കുന്നവരോ? അതെ. എവിടെ സ്പോട്ടോടോ? പൂനെ. നാശം പിടിക്കാനായിട്ട് നാസിക്. ഇവിടെ എല്ലാം ഈ ഇങ്ങനെ തപരാധങ്ങളാണല്ലോ മൊത്തവും. എന്നിട്ട് ഇപ്പൊ എന്തോ പുള്ളി ഇപ്പൊ എന്തോ പറഞ്ഞേ? കേസ് കൊടുത്തിട്ട് കാര്യമില്ല. പമ്പിനകത്ത് കിടക്കുന്ന വണ്ടി അത് അവര് ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതെ. പക്ഷെ അതൊരു കാറുകാരൊക്കെ ആണെങ്കിൽ പിന്നെയും അത് എന്തെങ്കിലും ഗൗരവമാക്കും. പക്ഷെ ലോറിക്കാർ അങ്ങനെ ആരും പ്രതികരിക്കാത്തോണ്ട്, ലോറിക്കാരെ ആരും പ്രതികരിക്കാത്തോണ്ട് ഇങ്ങനത്തെ ഈ അവസ്ഥയിലോട്ട് പോകുന്നത്. എന്നിട്ട് കഷ്ടം എന്തോ ചെയ്തു? ഡ്രൈവറായിരുന്നു കൂടെ? ഡ്രൈവറാണ് പോയെ. വള്ളി ഇപ്പൊ അത്രയും അടിച്ച ഡീസലും വെറുതെ ആയി. 15 രൂപ ഡീസൽ പമ്പിൽ കയറി അടിക്കും. 15 രൂപയ്ക്കാണ്. ഓക്കെ. ശരിയാ. അവരെ ലോഡ് പോകാൻ വേണ്ടി വണ്ടി ഡീസലില്ല. അങ്ങോട്ടൊക്കെ വേറും അപരാധങ്ങളായി കാണിക്കുന്നു മൊത്തം. ഇതിനൊക്കെ കൈ കിട്ടിയോണ്ടോ? ഇതിനൊക്കെ കൈ കിട്ടുന്ന വെച്ചാൽ അങ്ങ് അടിച്ചു പോരണം. ഇനി ഇത്തവണ പോകുമ്പോ വഴി ഓരോന്ന് കൈ കാണിച്ചു റോഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വല്ല ഓടിക്കണം നെഞ്ചത്തോടെ കയറ്റിയാ കൺഫേമോ? ഞാൻ പണ്ടത്തെ പോലെ സൈഡാക്കത്തില്ല. ചെക്ക് പോസ്റ്റ് ആവാറായപ്പോ ഞാൻ ഒതുക്കാൻ പോവാണ്. ഞാൻ ഒതുക്കില്ല, ഫ്രണ്ട് ഓടി വരുവാ. ഇമാരെന്തറിയോ? ഇമാര് പോലീസിനെ പോലെ റോഡ് നടുക്ക കയറി നിൽക്കും, നിന്നിട്ട് സൈഡ് ഒതുക്കാൻ ആക്ഷൻ കാണിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ആയിരിക്കും പറഞ്ഞാൽ നമ്മൾ ഒതുക്കുമ്പോഴത്തേക്ക് ഇതാ ഭീഷണി. ഇനി അങ്ങനെ ചെയ്യല്ലേ, ഹോൺ അടിച്ചങ്ങ് വിട്ടേക്കണോ? കയറിയാ കയറട്ടെ, അത്രേ ഉള്ളൂ. കാക്കിപ്പാൻ്റെ ഷൂവും കാണും. ഇനി റോഡ് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത്, ഹോൺ അടിച്ചങ്ങ് വിട്ടേക്കണോ? അമ്മാർക്ക് നമ്മളെ കൊല്ലാമെങ്കിൽ നമുക്ക് അമ്മാരെ കൊന്നാൽ എന്താ? ഏതാ എന്തായാലും നമുക്ക് പ്രശ്നമാണ്. അപ്പൊ പിന്നെ അങ്ങനെ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. എന്തോ സ്റ്റെപ്പ് അവിടെ ആ സ്കൂട്ടർ കയറി പോകുന്നുണ്ടോ? സ്കൂട്ടർ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറി പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ കൃഷ്ണൻ കയറി പോകുന്നു ഇങ്ങേരെ കൊണ്ട്.
സുഖം പരിപാടി. അത് ബൈക്കിന് വേണ്ടിയുള്ള പരിപാടിയാന്ന് തോന്നുന്നത് അല്ലേ? ബൈക്കിന് വേണ്ടിയുള്ള ഇതാന്ന് തോന്നുന്നു. ചെന്നൈ 471, ബംഗളൂരു 120. കഷ്ടം. പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലയോ? ആ വണ്ടി ലോഡില്ലായിരുന്നോ? പിന്നെ കാലിയായിരുന്നോ? മുഖം മറച്ചോണ്ട് പോയതുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അല്ലേ? ഈ സേഫ് അല്ലേ സാധനം വെക്കുന്നത്? പിന്നെ നീ പറഞ്ഞ പോലെ ഈ എക്സ്ട്രാ നമ്മള് പുറത്ത് ഈ ടാങ്കിന്റെ വെളിയിൽ നമ്മൾ എക്സ്ട്രാ ഒരു അതായത് ഈ ഹൈദരാബാദ് വണ്ടി, മഹാരാഷ്ട്ര വണ്ടി കണ്ടു ബാറ്ററി വരുന്നത്. അവർ ഈ ബാറ്ററി വണ്ടിക്കകത്ത് കയറ്റി വെച്ചിട്ട് ഞാൻ മിക്കതും കണ്ടിട്ടുണ്ടോ? അതെ അതെ. ഈ പറഞ്ഞ ബാറ്ററിയുടെ കേസ് ഇത് തന്നെ അവസ്ഥ. ഈ പറഞ്ഞ ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററി അടിച്ചിട്ട് പോകും. കാരണം ബാറ്ററി ഓപ്പൺ ആയിട്ട് കിടക്കല്ലേ. കഴുതിയ കുതിര എന്തോടെ ഇത്? സ്ലോ അടിച്ചേ. കഷ്ടം വയ്യ അതിന്. ഞാൻ പറയട്ടെ, ഡീസൽ ടാങ്കല്ലേ ആ സൈഡ് മുഴുവൻ മറിക്കണം. ഇത് മറച്ചു കഴിഞ്ഞാൽ ഇവന്മാര് ഊറ്റേണ്ടത് ഊറ്റും. പക്ഷെ ടൈം എടുക്കും. വണ്ടിയുടെ പേര് അറ്റാച്ച് ചെയ്യണം. വണ്ടിയുടെ വൈറ്റ് കളർ പെയിന്റ് വണ്ടിയാണെങ്കിൽ ആ കയ്യിൽ വൈറ്റ് കളർ പെയിന്റ്, ബ്ലാക്ക് കളർ ആക്കരുത്. ഐഡിയ മനസ്സിലായി. അങ്ങനെ ഫുള്ള് അല്ല അവന്മാർക്ക് ഈ ഭാരത് ബെൻസ് വണ്ടി കാണുമ്പോഴേ അവന്മാർക്ക് അറിയില്ല വണ്ടി അതിന്റെ ഏത് സൈഡിലായിരിക്കും ടാങ്ക് കാര്യങ്ങളൊക്കെ. കട്ട് ചെയ്യണോ? അല്ല ഞാൻ പറഞ്ഞിട്ട് ഈ തകരം ഈ മണ്ടയ്ക്ക് നമ്മള് ബോക്സ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവന്മാര് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ പൊട്ടിക്കാൻ കുറച്ചൊരു സമയം എടുക്കുന്നേ ഉള്ളൂ. അത് ശരിയാ. അങ്ങനെ എന്തെങ്കിലും കുറച്ച് അത്രയും പക്ക ഓപ്പൺ ആയിട്ട് അങ്ങനെ ചെയ്യരുത്. മറ്റു മണ്ടക്കത്തെ ലോക്കൊന്നും സേഫ് അല്ല. അത് അത് ഊരി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. മെക്കാനിക്ക് അറിയാവുന്ന കള്ളന്മാരെല്ലാം ആണെന്നുണ്ടെങ്കിൽ ടാങ്ങിനെ മണ്ടക്ക് സെൻസർ 3 നട്ട, അത് 14 ബോൾട്ടാ. അത് തുറന്നു കഴിഞ്ഞാൽ ഈ ഭാരത് ബെൻസിന്റെ അടിയിൽ ഈ പറഞ്ഞ പോലെ ഇത് അഴിച്ചു കഴിഞ്ഞാല് പോകും. അത് സാധനം നമ്മള് ഷോറൂമിൽ അതാ പറഞ്ഞ. അപ്പൊ ഈ ബോക്സ് പണിയുവാണെങ്കിലേ അടിയിന്ന് ചെയ്യിപ്പിച്ച് ചെയ്യണം. പക്ഷെ അത് എന്തായിരുന്നു നാളെ സമയത്ത് വർക്ക്ഷോപ്പിലെല്ലാം കയറ്റി നമുക്ക് ആ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ടാങ്ക് അഴിക്കുക എടുക്കുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം ചെയ്യിപ്പിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തോടും നോക്കി സൈഡിലൊക്കെ ലീലകൃഷ്ണനെ പോലെ നമ്മുടെ ഫ്ലവറൊക്കെ എടുത്ത് വെച്ച് കൃഷ്ണൻ കളിക്കുക. ഇപ്പൊ മേടിച്ചാ കാശ് നോക്കിയില്ല, അങ്ങ് മേടിച്ച് തീർച്ചയായും. ഇനി എന്തൊക്കെ മേടിച്ചു കൂട്ടുവോ എന്തോ. നിങ്ങൾക്ക് കട കാണുമ്പം റോഡ് സൈഡിലെ ഈ അലിക്കുലത്തോടെ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ സാധനങ്ങളൊക്കെ, അത് കാണുമ്പോ അങ്ങേർക്ക് അങ്ങ് പിരികളവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. അതെ അതെ അതെ. പിന്നെ എന്തെങ്കിലും അലിക്കുലത്തോടെ കാണുമ്പോ ഡയലോഗാ, മൂക്ക് വേണം, മൂക്ക് ഇഷ്ടമാ, കുഞ്ഞിന് ഇഷ്ടമാ, അവക്ക് കൊടുക്കണം, ഭാര്യക്ക് കൊടുക്കണം. പക്ഷെ ഇതൊന്നും വീട്ടിലെത്തുന്നില്ലെന്ന് തോന്നുന്നു. അത് ഇതൊന്നും വീട്ടിലെത്തുന്നില്ല. പക്ഷെ എന്താ കേറി പോന്നെ? ഇത് മറ്റേ മിനിമിലിന്റെ മിനിമില്ല, മറ്റേ അതിന്റെ ഫാനാണ്. ഇത് ഇതിനായിട്ട് തന്നെ ഇറക്കുന്ന വണ്ടിയല്ലേ ഈ വണ്ടി? ലോറി ഇതിനായിട്ട് ഇറക്കുന്ന വണ്ടിയാ, പുത്തൻ വണ്ടിയല്ല. അതെ. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും സമാധാനത്തോടെ ഒന്നും പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലോടാ. എടാ എന്നാലും ഉറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാടാ നമ്മൾ ഉണരുന്നത്? സൗണ്ട് കേട്ടാലും നീ അങ്ങനെ ഉറങ്ങത്തില്ല. അമ്മാതിരി സൗണ്ട് കേട്ടാലേ ചാടി എഴുന്നേക്കുന്നത്. ഞാനൊക്കെ
കിടന്നാ പിന്നെ വണ്ടി മറിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അറിയത്തില്ല. പിന്നെ വിളിച്ചുണർത്തി കാണിക്കണം വണ്ടി മറിഞ്ഞത്, എന്നാലേ ഞാൻ അറിയത്തുള്ളൂ. എന്താടാ നീ അതുപോലെ നീ എങ്ങനെ അറിയാം? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും ഇടയ്ക്ക് ഈ ഹമ്പ് കയറുമല്ലോ, ഹമ്പ് നീ ചാടി എഴുന്നിട്ട് എന്നെ നോക്കത്തില്ല, നീ ചാടി നേരെ നോക്കത്തില്ല, തുറിച്ച് 2 മിനിറ്റ് ഒറ്റ ഇരിപ്പാ. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെ നോക്കിയിരിക്കും എന്നിട്ട് ഒറ്റ ഉറക്കം. പിന്നെ ഞാൻ നിന്നെ നോക്കുമ്പോഴത്തേന്ന് നീ സൈഡിലോട്ട് ബാക്കിലോട്ട് വലിഞ്ഞു നടക്കുക. നമ്മള് നമ്മുടെ ചിന്ത അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഉറങ്ങാന്ന് പറഞ്ഞ ഇടക്കുമല്ലോ. നമ്മൾ മൈൻഡ് എപ്പോഴും വണ്ടി റണ്ണിങ്ങിലാന്നുള്ള, അതും കൂടെ പെട്ടെന്ന് സൗണ്ട് ചാടി കിടച്ച് എഴുന്നേക്കുന്നത്. ഇടയ്ക്ക് പാളും ഞാൻ ഓടിക്കും നേരെ വരും, പിന്നെ പാളും ഹോണേ ഏത് പിക്കപ്പോ? ഇവിടുത്തെ വണ്ടി ഇവിടുന്ന് ഞാൻ വരുവാ, ഞങ്ങൾ 2 വണ്ടി ഹോണിച്ചോണ്ടാ ഉറങ്ങാതിരിക്കാൻ വേണ്ടി. എങ്ങോട്ട് വണ്ടി കയറാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഈ വലിയ വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോഴേ, ലോറിയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഹോൺ അടിച്ചിട്ടേ കയറിപ്പോ കേട്ടോ. ആ റൈറ്റിലോട്ട് അങ്ങ് എടുക്കും. അവരെ ചിലർ ഉറങ്ങി പോകും, അറിയാൻ പറ്റത്തില്ല. നമ്മള് കേറുമ്പോഴായിരിക്കും അവര് നമ്മുടെ സൈഡിലോട്ട് വെട്ടിക്കുന്നത്. അതെ അതെ, പുറത്ത് നല്ല വെയില്, അകത്ത് നല്ല തണുപ്പ്. മേടിച്ചോ? ആ എവിടുന്ന് എടുത്ത്? ആ അവിടുന്ന് മേടിച്ചോ? അത് ആ വില പറഞ്ഞിട്ട് ഇറങ്ങുന്നേ അല്ലേ ഞാൻ കണ്ടുള്ളൂ. ആണോ? അതും ചെയ്തു. ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ മേടിക്കാൻ പോയി കയറിയപ്പോഴോ? ഓ അത് പറ. എന്നിട്ട് കുറ്റി നിറച്ചോ? ഫില്ല് ചെയ്തോ? അതെന്നാ? അല്ല അപ്പൊ നമ്മൾ ഇതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് ചെയ്തിരുന്നു പറഞ്ഞത് അങ്ങനെ ചെയ്തതിന് വിലക്കുള്ള. ഇതിപ്പോ അതിലും കൂടുതൽ വരുമോ? അതൊന്നും അങ്ങനെ ആണോ? 1200 കുറ്റിക്ക്? അതെന്താ നമ്മള് കാലിക്കുറ്റി കൊടുക്കാതെ പുത്തൻ കുറ്റിക്കോ? അങ്ങനാണോ? അയ്യോ, അപ്പൊ നമ്മളവിടെ തന്നെ ബെറ്റർ. അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് കുറ്റി മേടിച്ച് നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പും പരിപാടിയും. പുള്ളി കുക്ക് ചെയ്യുമല്ലോ, ഇല്ലേ ചെയ്യിപ്പിക്കുമല്ലോ. അതെന്തോ പോന്നേ? തിങ്കൾ കിടാക്കൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാവുന്ന ഒരിക്കടെ ലൈലാൻഡ് 12 കയ്യിലല്ലേ, പൂനെ വെച്ച് അതിൻ്റെ ഡീസൽ ടാങ്ക് ചോർച്ച ചെയ്ത് അടിച്ചു മാറ്റി, തുളയിട്ട് ഡീസലെല്ലാം അടിച്ചുകൊണ്ട് പോയി. അപ്പം രാവിലെ അതിൻ്റെ ന്യൂസ് കേട്ട് സാഡായിട്ടിരിക്കുക. എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം ഇത്. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ, മിക്കവർക്കും സംഭവിക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തും ഇതാ അവസ്ഥ. നമ്മുടെ നാട് പുറത്തോട്ട് പോകുന്തോറും ഇതൊക്കെ ഈ അവസ്ഥയൊക്കെയാണ് വിഷയങ്ങൾ. പണി എന്ന് പറയുന്നത് ഒരൊന്നൊന്നര പണി. അതിപ്പം വിഷയം അങ്ങനെ പോയനെ. ഇതിപ്പോ ആരും പ്രതികരിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് തന്നെ. എന്നാലും പമ്പിൽ കിടക്കുന്ന വണ്ടി അവിടുന്ന് ഡീസൽ അടിച്ചിട്ട് ആ പമ്പിൽ കിടക്കുന്ന വണ്ടി, അപ്പൊ പമ്പിൽ അവന്മാര് അപ്പൊ എന്ത് പൊട്ടന്മാരാവും? 24 hours വർക്കിംഗ് ഉള്ള പമ്പില് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി പമ്പി വണ്ടി ഇടുന്നത്. ആ വണ്ടി ഇടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഡീസൽ അടിക്കണം. ചുമ്മാ ആരും പമ്പി ഇടിപ്പിക്കത്തില്ല. നമ്മൾ അവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പമ്പിൽ ഇടാം. മിക്ക പമ്പിൽ സ്പേസ് ഉള്ള പമ്പിൽ നമുക്ക് നമുക്ക് ഇടാൻ പറ്റും. ഡീസൽ അടിക്കുന്നതല്ലേ. അപ്പോഴത്തേക്ക് ഈ കള്ളന്മാര് വന്നിട്ട് അത്രയും അതായത് വണ്ടിക്ക് അടിയിലോട്ട് കയറുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. സൈഡിൽ കിടക്കുന്ന ടാങ്ക് കുത്തി തുറക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇവന്മാര് കണ്ടിട്ട് അറിയാത്ത മട്ടിൽ നിൽക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരും പമ്പുകാരും അതിന് സപ്പോർട്ടാ. പമ്പുകാരുടെ ആളായിരിക്കും മോട്ടിക്കുന്നത്. അതെ അതെ, തോന്നിയോസൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തേക്കണം. അവൻ്റെയൊക്കെ നെഞ്ചത്തോടെ കയറ്റി ഇറക്കി അങ്ങ് പോകണം വണ്ടി ഓണായാല്.
ക്യാമറ അടിച്ചത് അത് ക്യാമറയിലേ പോകത്തുള്ളൂ, റെക്കോർഡായത് കിടക്കുമല്ലോ. ക്യാമറ പോകുന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല. പക്ഷെ ക്യാമറ മസ്റ്റാ, വേണോടാ. നമുക്ക് ഫ്രണ്ട് ഈ ക്യാബിനകത്തും ക്യാമറ വെക്കണം, സൈഡും ഫ്രണ്ടും ബാക്കും എല്ലാം ക്യാമറ വെക്കണം. കാരണം അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. ക്യാമറ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. സൈഡ് ബസ്സുകാരെ കൊണ്ട് തട്ടിയത്. അതെ അതെ, അത് നമ്മളന്ന് വായിട്ട് അലച്ചുകൊണ്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു. നമ്മളത് ചീട്ട് കയറി പുറയുന്ന വരുമായിരുന്നു. ക്യാമറ വെക്കണം അത്യാവശ്യമായിട്ട്, മസ്റ്റാ. ഞാൻ പറഞ്ഞു ഇപ്പം അടുത്ത ട്രിപ്പ് പോകുന്ന നേരത്ത് ക്യാമറ വെച്ചിട്ട് പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണുകൊണ്ട് കാണുന്ന തെളിവ് വേണം. വാഗൊണ്ട് പറഞ്ഞതിലൊന്നും ഇപ്പം ഇതില്ല. അതിന് വാല്യൂ ഇല്ല, ഡയലോഗിന് വാല്യൂ ഇല്ല. അങ്ങനെയൊക്കെയായ കാര്യങ്ങൾ. യെസ്, ഇപ്പം നമ്മൾ തുംകൂർ ടൗൺ. ഇപ്പോൾ വണ്ടിയുടെ ടയർ പൊട്ടി, പണി കിട്ടി. അതാ ടൗൺ ഒതുക്കാനും പറ്റത്തില്ല. എടാ ഏതാ ഡമ്മിയാണോ കുട്ടിയെ? ആ, പഞ്ചർ ഒട്ടിച്ചാണോ? ഇവിടെ ചവിട്ടു, അതായിരിക്കും നല്ലത്. വേറെ നിവൃത്തിയില്ല. ഓ എന്തോ പറ്റാനോ, പറ്റിയത് മൊത്തം നമുക്കല്ലേ. അയാൾ കയറി പറഞ്ഞു പോയി. ലോഡ് എങ്ങനെ പൊട്ടി? ഏതാ ഇപ്പുറത്ത് പഞ്ചറുടെ ഉണ്ട്, പക്ഷെ 2 വീലറിൻ്റെ ഉണ്ട്. സ്റ്റെപ്പിന് എടുത്തിട്ടാണല്ലോ. അപ്പുറത്തെ വണ്ടി ഇങ്ങോട്ട് നോക്കണം, ടൗൺ ആയതുകൊണ്ട്. ഇങ്ങനെ വണ്ടി നീങ്ങ പോകാനോ? പുള്ളി എനിക്ക് ഇങ്ങോട്ടങ്ങ് നോക്കിക്കോ. എടാ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒതുക്കാൻ ഗ്യാപ്പ് കിട്ടുമോ? ഇങ്ങോട്ട് പോയി നോക്കാം. വണ്ടി എടുത്തു. എന്തോ പറയാനാണ്. ഏതാ എടുത്തു വണ്ടി എടുത്തു.
ഏതാ? പമ്പേ നീ ഹസാഡ് ഇട്ട് അതൊക്കെ വിട്ടു. നീ ഓഫ് ആക്കി ഹസാഡാണ് ഞാൻ ഓഫ് ചെയ്തേ. ശ്രദ്ധിച്ചില്ല. എന്തോ വള്ളിയൊക്കെയാണ് നോക്കി. ആ അത് ട്യൂബായിരുന്നോ? അല്ലല്ലോ, ട്യൂബല്ലല്ലോ, ട്യൂബ്ലെസ് അല്ലേ? നമുക്ക് ഒരു ട്യൂബ് വരുന്ന ഏതായിരുന്നു? ഡമ്മിക്കല്ലായിരുന്നോ? ഹൗസിങ്ങിന് റൈറ്റ് സൈഡ് കാണുന്നതായിരുന്നു ട്യൂബല്ലേ? അത് മാത്രമേ ഉള്ളൂ ട്യൂബ്, വേറെ ട്യൂബൊന്നും ഇല്ലല്ലോ. പക്ഷെ നാളെ ടയറായി. ഇനിയിപ്പം അടുത്ത ടയർ ഇനി മാറണമല്ലോ. ഇതൊക്കെയാണ് വള്ളി എന്ന് പറയുന്നത്. വെറും വള്ളിയല്ല, കൊടുവള്ളി. നാസയ്ക്കോടെ സൈഡ് പിടിച്ച് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉള്ളിടത്ത് നോക്കിയിട്ട് വണ്ടി നിർത്താൻ പറ കേട്ടോ. ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ആ ടൗണാണ്, ടൈം അങ്ങനെ സമ്മതിക്കത്തില്ലായിരിക്കും. അല്ലേ വീട്ടങ്ങ് ചെയ്താലോ? ഈ ലെഫ്റ്റ് സൈഡ് പിടിച്ചാലോ? അതുകൊണ്ട് ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു മാക്സിമം ഒരു 1 hour ഇത്രയല്ലേ നമുക്ക് സമയം പോകത്തുള്ളൂ. ഈ ഗ്യാപ്പ് ചെയ്യാമായിരുന്നു നമുക്ക്. 1 മണിക്കൂർ താമസമല്ലേ ഉള്ളായിരുന്നു. അസാൾട്ട് നിർത്തിയാൽ മതിയായിരുന്നു. വെയിലും കൂടെ. ചെയ്യാം, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? ഇത്തിരി ഇതാക്കണം, പൊടിയാ ഇച്ചിരി പൊക്കിയിട്ടേക്ക്. എന്നാ പറയാനോ? നോക്കി ഈ പറഞ്ഞു പോയി. എടാ മോനെ, അത് ഞാൻ വിളിച്ചുതരാം. അങ്ങോട്ട് പോരാ, രാവിലെ കഴിച്ചോണ്ട് ഉഷാറായിട്ടോ. രാവിലത്തെ ഫുഡിന്റെ കേട്ടോ. ആ ഒരു ദോശയില് കഴിച്ചപ്പോ എനിക്ക് തോന്നി ഇതൊന്നും ആവത്തുള്ളത്. യെസ്, രാജാതി രാജൻ. നട്ടുച്ചയ്ക്ക് തന്നെ പണി തന്നല്ലോ എന്ന്. ഒരു ഉച്ചമുക്കലൊക്കെ ആയിരുന്നെങ്കിൽ, ആ വെയിൽ താഴും സമയമായിരുന്നെങ്കിൽ ചെയ്യാൻ ഒരു ഉഷാറ് കണ്ടനെ. അതിപ്പോൾ വെയിലത്തിലും തകർക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. എല്ലാം മേടിച്ചു, ഞങ്ങൾ പുള്ളർ മാത്രം മേടിച്ചില്ല. ഈ ടയറിന്റെ വെടി തീരുമ്പോഴേ ഞങ്ങൾ പുള്ളറിനെ പറ്റി ആലോചിക്കുന്ന പോലും.
ആ അടിയില് ഇത് കണ്ടോ, ഇത് പറഞ്ഞു പോയി കണ്ടോ, ഉണ്ടോ കറക്റ്റ് ലെവലിനാണ് പറഞ്ഞു പോയത്, ലെവലിനാണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് ഇത് മടങ്ങിയിരിക്കുക, നേരെ നോക്കി വെക്കണം, സ്റ്റെപ്പിന് അടിക്കാം. പഞ്ചർ ഒടിച്ചിട്ടല്ലേ? ആ 3 വാച്ച് 3 വാച്ച് 3 വാച്ച്. ഞാൻ പറഞ്ഞ അവൻ പറഞ്ഞ ആ സൈഡിലല്ലോ, പക്ഷെ പോയില്ലേ, വെറുതെ ആയില്ലേ. ഞാട്ടിനൊക്കെ തേള അമ്പോ മൂക്കിടം പോലെ ആയിപ്പോയി. പിന്നെ മണി കണ്ട കണ്ട ഉള്ള കണ്ടത് മതി, നമ്മള് കാണുന്നത് മാത്രം മതി, വിളിച്ചു വരുത്തണ്ട. കാട്ടിക്കാറുള്ള വണ്ടിയാ. ഒന്നും മതിയായിരുന്നു. ചെറിയ ആല് ഇറങ്ങിയ അതല്ല ആ ടയറിട്ടു. അയ്യോ നട്ടുച്ച സമയം, അതിനിടയ്ക്ക് അടുത്ത കപ്പ്. എന്ത് എവിടോ, അയ്യോ എടാ ചെറിയതാണോ വലുതാണോ ഒരു പിടുത്തമില്ല. ആക്കണോ, എടുക്കണോ പഞ്ചട പിടിച്ചിട്ട് എടുത്താൽ പോരെ, നടുക്കാ കൊണ്ട് കയറിയിരിക്കുന്നത്. കടയെത്തിട്ട് എടുത്താൽ പോരെ, അതുപോലെ
കാണുന്നില്ല. സൈഡിലാന്ന് തോന്നുന്നു കേട്ടോ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കേട്ടോ സൈഡിലാന്ന് തോന്നുന്നു, സൈഡിലാന്ന് തോന്നുന്നു, സൈഡിൽ കയറിയേക്കാന്ന് തോന്നുന്നു. സൈഡ് വഴി കയറിയിരിക്കുക. ആ കുറച്ചുകൂടി ആയിക്കേ. അതാ സൈഡിൽ കൂടെ കയറി പോയത് അല്ലേ? എന്തോ ചെയ്യാൻ ഓരോരോ പണി. എൻ്റെ അമ്മോ ഇപ്പൊ കഴിഞ്ഞ്. ഇവിടെ പോയി പ്രൊഫഷണൽ കയറോ? നാക്കൊക്കെ കുഴയെന്ന് സംസാരിക്കാൻ വയ്യ. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് കോളേജ് ഉണ്ടായിരുന്നു. കോളേജ് വിട്ട സമയമായിരുന്നു. പിള്ളേരൊക്കെ ചാകര പോലെ ഉള്ളതുകൊണ്ട് ക്ഷീണം അറിഞ്ഞില്ല. എൻ്റെ ഓരോ കരിഞ്ഞ് എന്ത് പിള്ളേരുടെ ഇവിടെ ഇഷ്ടം പോലെ. ഒരു പെണ്ണ് നോക്കി കിട്ടാൻ നമ്മൾ പിന്നെ തപ്പര കക്ഷികളല്ല. അതുകൊണ്ട് പിന്നെ വിഷയമുള്ള അതിനൊക്കെ 2-3 എണ്ണം എറിഞ്ഞ് ഞാൻ വീട് പോകും. എടുത്തു വീട് പടക്ക കഥ എന്തൊക്കെയായിരുന്നു. പമ്പിൽ കയറി 2 വണ്ടിക്ക് നമുക്ക് ഹാഫ് ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 4 രൂപ ലിറ്ററിന് 4 രൂപ വ്യത്യാസമുണ്ട്. അവിടെ 96, 94 റേഞ്ച് വരുന്നത്. ഇവിടെ ഡീസലിന് 91.61. എന്തായാലും ഡീസൽ അടിക്കണം. എന്നാൽ പിന്നെ ഹാഫ് ടാങ്ക് ആയപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി ഫുള്ളും കൂടെ അടിച്ചിട്ടങ്ങ് തെറിക്കാമെന്ന് വെച്ചു. വെള്ളം കുടിവെള്ളമല്ല, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് കൈ കഴുകാനും മുഖം കഴുകാനും ഒക്കെ വെള്ളം വേണമല്ലോ. അയ്യ എൻ്റെ പൊന്നെ എന്നതായി കാണുന്നു. ആണോ Shall I go ahead? No. Why never? You come. നെവർ പറഞ്ഞ ഒരു കാര്യമില്ല. ഒന്നും വെളുത്തല്ല, ഒന്ന് ഗ്ലാമർ ആയാലും കറുത്ത് അതെന്തൊരു തോന്നിയാസേ നിനക്ക്. ആ 2 കയ്യിൽ കൊണ്ടുവരുന്ന ഒരു കുഴപ്പമില്ല. അടേ ഞാൻ എനിക്ക് കണ്ടന്റ് പിടിക്കാനുണ്ടെന്ന് വെച്ച് മടങ്ങി. അടേ നീ ഒരു വ്ളോഗറിനോട് നീ ക്രൂരത കാണിക്കുന്ന ഓർമ്മ വേണ്ട. ഉള്ളത് പറയാമല്ലോ.
നാറിയ പരമ നാറിയ അതുകൊണ്ട് തടി കൊണ്ടുപോകും. യെസ്, വിട്ടേക്കാം. നല്ല മഴക്കോളെ, നല്ല കേട് മഴക്കോളെന്നുള്ള വകുപ്പുണ്ട്. അടിച്ച് കഴിഞ്ഞു. മതി. ഓക്കെ അല്ലേ? Yes, sir. Come on, man. Are you ready for the race? Yes, sir. സമയം ലെഫ്റ്റ് ഒരു ഓട്ടോ കയറി വരുന്നുണ്ട്. 3:20. പക്ഷേ അതുകൊണ്ട് നല്ലൊരു മഴയുടെ ഒരു ഏത് ഇതില്ലേ? അതുകൊണ്ട് വെൽഡ് ചെയ്താൽ മതി അല്ലേ? വെൽഡിങ് കട ഉണ്ടോ? കാണ്ട റൈറ്റ് സൈഡിൽ. അല്ലല്ല, വെൽഡിങ് അല്ല. ഹെഡ്ലൈറ്റ് പൊട്ടിയിരിക്കുന്നു അല്ലേ? അല്ല പിന്നെ ക്ലാമ്പ് മേടിച്ച് നമ്മൾ വെക്കേണ്ട വരും അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഏതാ? ഏത് പോകാൻ കരിഞ്ഞു പോകുന്നു? കരിമ്പടം. അത് കരിമ്പടം കഴിച്ചു. അഴിക്കണമെങ്കിൽ അങ്ങേര് തന്നെ കാണണം. ഇല്ല, സീനില്ല. ഇതേ എവിടാ ചെയ്യുന്നേ? ആ ബെസ്റ്റ് കെട്ടാണല്ലോ കെട്ടിയേ. യെസ്, ഇത് ഒടിഞ്ഞു പോയായിരുന്നു ഇവിടെ വെച്ച്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ്, അവരത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് നോക്കണ്ട. നീ അത് നോക്കണ്ട. അത് കരിഞ്ഞത്. അയ്യോ, കരിച്ച്. അത് തുറച്ചിടാൻ പറ്റുള്ളൂ അത്? ഓക്കെ. ഓണാക്ക്.
ഓക്കെ. അത് പോയോ? വേണ്ട, അതിങ്ങെടുത്തേ. രണ്ടും ഓക്കെയോ? ആണോ? രണ്ടും കത്തിയോ? ഇപ്പൊ സെറ്റായി. ഓക്കേ.